ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഞാൻ കഴിക്കുന്ന ഓട്ട് മീല് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന്. ആക്ച്വലി സിമ്പിളാണ്, എല്ലാവരും ചെയ്ത് ശീലിച്ച ഒരു മീൽ തന്നെയാണ്. അപ്പം നോർമലി ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ എല്ലാവരും കുറേ ഇവിടെ ഓയിലി ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഹോസ്റ്റലിൽ മെയിനായിട്ട് ഇവിടെ കിട്ടുന്നത്. ലൈക്ക് ഈവനിങ്ങിൽ നമുക്ക് എന്താ പറയുന്ന പഴംപൊരി അല്ലെങ്കിൽ വാഴയ്ക്കിപ്പോൾ പഴംപൊരി ചെയ്യുമ്പോഴാണല്ലോ പഴംപൊരി, ഉള്ളിവട, ഉഴുന്നുവട, അങ്ങനത്തെ ഓയിലി ഐറ്റംസാണ് ഇവിടെ മെയിനായിട്ടും നമുക്കിവിടെ സ്നാക്സ് ആയിട്ട് കിട്ടുന്നത്. സോ ഐ യൂഷ്വലി അവോയ്ഡ് ഓയിലി ഫുഡ്, കാരണം ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മൈ സ്കിൻ ആൻഡ് ഫോർ മൈ ഓവറോൾ ബോഡി. അപ്പോൾ ഞാൻ ഓയിലി മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. കാരണം അതുപോലെ ഈ ഡെയിലി ബേസിസ് ഇങ്ങനെ ഓയിൽ ആൻഡ് മൈദയിലുള്ളത് ഫുഡ് കഴിക്കുന്നത് നല്ലതല്ല നമ്മുടെ സ്കിന്നിനായാലും ബോഡിക്കായാലും. സോ ഞാൻ യൂഷ്വലി ഓട്സ് ആണ് ഈവനിങ് സ്നാക്സ് ആയിട്ട് കഴിക്കാറ്. ഓട്ട് മീലാണ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാറ്. സോ ഐ തോട്ട് അത് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഐ എം ഗോണ ഷോ ടുഡേ. സോ ഇറ്റ്സ് ടൈം ഓൾറെഡി ഒരു 5 ഒക്കെ ആയിട്ടുണ്ട്. ഈ ടൈം തന്നെയാണ് ഞാൻ ഈ ഒരു സ്നാക്സ് കഴിക്കാറ്, ഓട്ട് മീൽ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് മേക്കിംഗ് അവർ ഓട്ട് മീൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്യണം. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്, ബട്ട് ഇത് പോരാ, കുറച്ചും കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, കുറച്ച് വെള്ളം മതിയായിരിക്കും. ഇത് നമ്മൾ ആഡ് ചെയ്ത ശേഷം ഇതിലോട്ട് വെള്ളം ഒഴിച്ച ശേഷം ഇതിലോട്ട് കുറച്ച് ഡേറ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം. ഒരു എത്ര നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേറ്റ്സ് ഇടാം. ഒരു 4 to 5 ഡേറ്റ്സ് ഒക്കെ മതിയായിരിക്കും, കാരണം ഒരാൾക്ക് കഴിക്കാനുള്ളതല്ലേ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് മേക്കിംഗ് അവർ മീൽ. സോ നമുക്ക് ഓട്ട് മീൽ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം. ദെൻ നമ്മൾ കുറച്ച് ഡേറ്റ്സ് എടുക്കുക. നിങ്ങൾക്ക് ഒരു ആവശ്യമുള്ളതാണ് ഡേറ്റ്സ് എടുക്കാം. നിങ്ങൾ എത്ര പേർക്കാണ് നിങ്ങൾ ഓട്സ് ഉണ്ടാക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഡേറ്റ്സ് എടുക്കാവുന്നതാണ്. ഞാൻ യൂഷ്വലി ഒരു 4 to 5 ഡേറ്റ്സ് ആണ് എടുക്കാറ്. സോ നമ്മൾ ഡേറ്റ്സ് ഒരു 4 ഡേറ്റ്സ് എടുക്കുകയാണ്. ഓക്കെ, എൻ്റെ ഈ ഡേറ്റ്സ് നമ്മൾ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുക. വാഷ് ചെയ്തിട്ട് അത് സോക്ക് ചെയ്യാൻ വിടുക. ഒരു 10 minutes ഒക്കെ ആ ഡേറ്റ്സ് വെള്ളത്തിൽ കിടന്ന് സോക്ക് ആവട്ടെ. അപ്പോൾ നമ്മൾ ഡേറ്റ്സ് ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു മെയിൻ ഐറ്റമാണ് കെറ്റിൽ. ഇത് നമ്മളുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവരുടെ കയ്യിലും, മെജോറിറ്റി എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കുന്ന ഒരു സാധനമാണ്. നമുക്ക് എന്ത് ഫുഡ് പ്രിപ്പയർ ചെയ്യാനും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനമാണ് കെറ്റിൽ. സോ ഓക്കെ, സോ നമ്മൾ കെറ്റിൽ എടുക്കുക. എത്ര ലിറ്ററിൻ്റെ ആയാലും കുഴപ്പമില്ല. അതിലോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 500 മില്ലിഗ്രാം 1/2 ലിറ്റർ വെള്ളം മതിയായിരിക്കും. സോ ഇതൊരു 750 ml ബോട്ടിലാണ്. ഇത്രയും വെള്ളമൊന്നും ആവശ്യമില്ല, നമുക്കൊരു 300 to 500 ml വെള്ളം മതിയായിരിക്കും. ഓക്കെ, സോ ഐ എം ഗോണ ആഡ്. ഈ വെള്ളം നമ്മൾ ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ കെറ്റിലിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കാരണം നമ്മൾ നോർമലി ഈ സ്റ്റൗവിലൊക്കെ നമ്മൾ വീട്ടിൽ ഗ്യാസിൽ ഈ സ്റ്റൗവിലൊക്കെ കുക്ക് ചെയ്യുന്ന പോലെ അല്ല കെറ്റിലിൽ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഫുഡൊക്കെ. സോ നല്ല രീതിയിൽ വെള്ളം ഒഴിക്കാം. ദെൻ ഐ എം ഗോണ ടേക്ക് നമ്മുടെ മെയിൻ ഐറ്റമായ ഓട്സ്. ഇത് നിങ്ങൾക്ക് എത്രയാണ് നമുക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, എത്രയാണ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി വേണ്ടത് അത് നിങ്ങൾക്ക് എത്ര പേർക്കാണോ നമുക്ക് ഓട്സ് ഉണ്ടാക്കേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഞാൻ യൂഷ്വലി എനിക്ക് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു 3 സ്പൂൺസ് ഒക്കെ മതിയായിരിക്കും. 3 സ്പൂൺ ഓട്സ് ഒക്കെ മതിയായിരിക്കും. സോ ഐ എം ഗോണ ടേക്ക് 3 സ്പൂൺ ഓഫ് ഓട്സ്. അത് ഞാൻ ഈ വെള്ളത്തിലോട്ട് ആഡ് ചെയ്യണം. ഇത് റോൾഡ് ഓട്സ് അല്ല കേട്ടോ. റോൾഡ് ഓട്സ് വാങ്ങിക്കാൻ കിട്ടും സൂപ്പർ മാർക്കറ്റ്. നിങ്ങൾക്ക് അതും വാങ്ങിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഓട്സ് ആയാലും മതി. ഇപ്പം ഞാനൊരു 3 സ്പൂൺ ആഡ് ചെയ്തല്ലോ. 3 സ്പൂണൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. ഓക്കെ, ദെൻ നമ്മളിത് അടയ്ക്കാം. ഇത് പോയി നമ്മൾ സ്റ്റീം ചെയ്യാം. നമ്മൾ പോയി ഇത് തിളപ്പിക്കണം നന്നായിട്ട്. ഒരു 2 minutes ഒക്കെ തിളപ്പിച്ചാൽ മതി. ഒരുപാട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റും. സോ 2 minutes ഒക്കെ മതിയായിരിക്കും നമ്മൾ ഈ ഓട്സ് ഒന്ന് പ്രിപ്പയർ ആവാനായിട്ട്. സോ നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്സ് അവിടെ നമ്മൾ കുക്ക് ചെയ്തു, വേവിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ചൂട് മാറട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം ഒരു ബൗൾ എടുക്കുക. അതിലോട്ട് ഒരു 2-3
സ്പൂൺസ് ചിയ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ് ആഡ് ചെയ്യുക. ഇത് ഏത് കൺസിസ്റ്റൻ്റാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 2 സ്പൂൺസ് നമുക്ക് എന്ത് ചെയ്യാം, സൺഫ്ലവർ സീഡ്സ് ആഡ് ചെയ്യാം. അപ്പോൾ സൺഫ്ലവർ സീഡ്സ് എന്തിനാണെന്നും അതിൻ്റെ ഗുണം എന്താണെന്നും അറിയാമായിരിക്കും നിങ്ങൾക്ക്. നമ്മൾ ഹെയർ ഗ്രോത്തിനൊക്കെ വളരെ നല്ലതാണ് സൺഫ്ലവർ സീഡ്സ്. സോ അത് നമ്മൾ ആദ്യം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിൽ സൺഫ്ലവർ സീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. 2-3 സ്പൂൺസ് ഒക്കെ ആഡ് ചെയ്താൽ മതി. അടുത്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ഫ്ലാക്സ് സീഡ്സ്. ഫ്ലാക്സ് സീഡ്സ് നമുക്ക് ഒരുപാട് ഹെൽത്ത് പരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് ഉള്ള, ഇൻഗ്രീഡിയൻസ് അല്ല, ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങുന്ന ഒരു സീഡാണ് ഈ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എൻ്റെ കൂടെ ആഡ് ചെയ്യാം, ഈ സൺഫ്ലവർ സീഡിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. വേറെ സ്പൂൺ ഒരു 2 to 3 സ്പൂൺസ് ഒക്കെ ആഡ് ചെയ്താൽ മതി. സോ ലെറ്റ്സ് ആഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങ് നമ്മൾ സൺഫ്ലവർ സീഡ് ആഡ് ചെയ്തു, ഫ്ലാക്സ് സീഡ്സ് ആഡ് ചെയ്തു. ഇത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നതാണ് ചിയ സീഡ്സ്. ഇതെല്ലാം പാക്കേജിലിരിക്കുന്നതുകൊണ്ട് നിങ്ങളൊന്ന് തെറ്റിദ്ധരിക്കരുത്. ബിക്കോസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മൾ വീട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ ഓരോ ബൗളിൽ വെച്ച് ഇങ്ങനെ കാണിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ഹോസ്റ്റലാണ്ട് ആ ഒരു സൗകര്യം നമുക്കില്ല. സോ ഞാൻ ഇതൊരു 2 സ്പൂൺസ് ഒക്കെ മതിയായിരിക്കും. സോ ഈ ചിയ സീഡ് എന്ന് പറയുന്നത് ഈ പ്രോട്ടീനോട് ഭയങ്കര തീവ്രമായ ആഗ്രഹമുള്ളവർക്ക് അറിയാം എത്രമാത്രം ചിയ സീഡ് നമ്മുടെ ബോഡിക്ക് നല്ലതാണെന്നും. വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവർക്ക് വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു സാധനമാണ് ചിയ സീഡ്സ്. ചിയ സീഡിൻ്റെ വാട്ടറായിട്ട് കുടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഓട്സിൽ ആഡ് ചെയ്യാം. എങ്ങനെ നമുക്ക് കഴിച്ചാലും വളരെ ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് ബോഡിക്ക് ഒരുപാട് ന്യൂട്രിയൻസ് ഒക്കെ തരുന്ന ഒരു സീഡാണ്. സോ ഇത് നമുക്കൊരു 2 സ്പൂൺ ഒക്കെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നമ്മൾ സൺഫ്ലവർ സീഡ്, ഫ്ലാക്സ് സീഡ്, ചിയ സീഡ്സ് ആഡ് ചെയ്തു. ഇനി ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു സീഡാണ് ഈ സെസമി സീഡ്സ്. ഇത് നമ്മൾ എള്ളെന്ന് പറയില്ല, കറുത്ത എള്ളാണ്, ബ്ലാക്ക് സെസമി സീഡാണ്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം ഇത് കുറച്ചൊന്ന് ഒരു കയ്പ്പ് നമുക്ക് തോന്നും ഇത് കഴിക്കുമ്പോൾ. സോ നിങ്ങൾക്ക് ആ ഒരു കയ്പ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ സെസമി സീഡ്സ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. നിർബന്ധമില്ല ആഡ് ചെയ്യണമെന്ന്. ഓക്കെ, സോ ഒരു സ്പൂണൊക്കെ ധാരാളം. ഒരു സ്പൂൺ നിങ്ങൾക്ക് വേണ്ട, കാരണം കുറച്ച് ആഡ് ചെയ്താൽ തന്നെ ആ ഒരു കയ്പ്പ് നിങ്ങൾക്ക് എടുക്കും. സോ സാധാരണ നമ്മൾ എള്ളുണ്ടയൊക്കെ കഴിക്കുമ്പോൾ, നമ്മൾ എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ജാഗറി, നമ്മൾ ശർക്കര അല്ലെങ്കിൽ കരിപ്പട്ടി അതിലൊക്കെ നമ്മൾ ഉരുക്കിയിട്ടാണ് നമ്മൾ സാധാരണ എള്ളുണ്ട കഴിക്കാറ്. അപ്പോൾ അത് നമുക്ക് ആ ഒരു കയ്പ്പ് ഫീൽ ആവത്തില്ല. പക്ഷേ ഈ വെറുതെ ഞാനും ആ ഒരു വിശ്വാസത്തിലാണ് പോയി എള്ള് വാങ്ങിച്ചത്. പക്ഷെ കഴിച്ച് നോക്കിയപ്പോൾ മനസ്സിലായത് ഒടുക്കത്തെ കയ്പ്പാണെന്നും. സോ നിങ്ങൾക്ക് വേണമെന്നുള്ളത് ഒരു 1/2 സ്പൂണൊക്കെ ആഡ് ചെയ്താൽ മതിയായിരിക്കും. ബ്ലാക്ക് സെസമിയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത്. ഓക്കെ, അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ സീഡ്സും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട സാധനം ഡേറ്റ്സ്. നമ്മൾ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു മീൽ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള സാധനമായിരുന്നു ഡേറ്റ്സ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലോട്ട് ആഡ് ചെയ്യാം. ഈ ഡേറ്റ്സ് നിങ്ങൾക്ക് കൈവച്ച് തന്നെ ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കൈവച്ച് തന്നെ ഉടച്ചിടാവുന്നേ ഉള്ളൂ, കാരണം ഇത് ഓൾറെഡി വെറ്റായിരിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ പീസായിട്ട് ഇടാൻ വേണ്ടി എളുപ്പമാണ്. അല്ലാതെ നിങ്ങൾക്ക് നൈഫ് വെച്ച് നിങ്ങൾക്ക് കത്തി വെച്ച് ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കൈവച്ച് തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ തന്നെ അത് എന്നിട്ട് ഉടങ്ങി വന്നോളും. കാരണം നമ്മൾ വെള്ളത്തിൽ ഇത്ര നേരം നമ്മൾ സോക്ക് ചെയ്യാൻ ഇട്ടതുകൊണ്ട് അങ്ങനെ ഒരു ഉടങ്ങി ആ ഇതിൽ വന്നോളൂ അത്. അപ്പോൾ നമ്മൾ എല്ലാ സീഡും ഡേറ്റ്സും എല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ഓട്സ്, അല്ലെങ്കിൽ നമ്മൾ വേവിക്കാൻ വെച്ച ഓട്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത്ര ഉള്ള കാര്യം. നമ്മുടെ ഹോട്ട് മീൻ അവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. സോ ലെറ്റ്സ് ആഡ് ദിസ്. ഓക്കെ, അപ്പോൾ ഈ നേരത്തെ കുറച്ച് ചൂടായിട്ടാണ് ഇരുന്നത്, ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഓട്സ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓട്സ് ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. നമ്മൾ ആദ്യം ആഡ് ചെയ്തത് ഇൻഗ്രീഡിയൻസ് ആയിരുന്നല്ലോ, നമ്മളുടെ ഈ ഡേറ്റ്സും അല്ലെങ്കിൽ ഈ സീഡ്സും ഒക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നല്ല ഇത് താഴെ ഉണ്ടായിരിക്കും, നമ്മൾ താഴെ ഒട്ടിപ്പിടിച്ചിരിക്കുമായിരിക്കും. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരാം.
അങ്ങനെ നമ്മളുടെ ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയ ഓട്ട് മീൽ നമ്മളിവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും, യു ക്യാൻ സീ ദാറ്റ് തിക്നെസ്, ആ ഒരു കട്ടിയായിട്ട് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് സോ ഡെലിഷ്യസ് ആൻഡ് സോ ടേസ്റ്റി. രണ്ട് സെയിം അല്ലേ? സോ ഹെൽത്തി ആൻഡ് സോ ന്യൂട്രീഷ്യസ്, എല്ലാം കൊണ്ട് വളരെ നമ്മുടെ ബോഡിക്കും നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതായിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ടോപ്പിംഗ്സ് ആയിട്ട് നിങ്ങൾക്ക് ബനാന ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ ഇറ്റ് വിൽ മേക്ക് ഇറ്റ് സോ ടേസ്റ്റി, മോർ ടേസ്റ്റി. സോ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഞാൻ ബനാന ആഡ് ചെയ്യുന്നില്ല, ബിക്കോസ് ഓൾറെഡി ഞാൻ കുറേ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്, സീഡ്സും ഡേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ എം നോട്ട് ആഡിങ് ബനാന നൗ. നിങ്ങൾക്ക് ഇതിനോട് ഹണി ആഡ് ചെയ്യാം, ഓർ വാട്ട് എൽസ്, ആപ്പിൾ ആഡ് ചെയ്യാം, ബനാന ആഡ് ചെയ്യാം, അങ്ങനത്തെ ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. സോ യു ക്യാൻ ഹാവ് എ ഗ്രേറ്റ് ന്യൂട്രീഷ്യസ് ഓട്ട് മീൽ. സോ ഞാൻ ഒന്ന് കഴിച്ചിട്ട് വരാം. ഓക്കെ, ബൈ. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ടേസ്റ്റ് ഇറ്റ് നൗ. എങ്ങനെയുണ്ടെന്ന് നോക്കാം. സോ ഇത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, രാവിലെ അല്ലെങ്കിൽ രാവിലെ അല്ല, സ്നാക്സ് ആയിട്ട്, ഈവനിങ് സ്നാക്സ് ആയിട്ട് തന്നെ കഴിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഓവർനൈറ്റ് ഓട്സ് ചെയ്ത് രാവിലെ നിങ്ങൾക്ക് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം. മോർണിംഗ് തന്നെ എണീറ്റ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. സോ ലെറ്റ്സ് ടേസ്റ്റ്. ഇറ്റ്സ് സോ ഗുഡ്. നമുക്ക് എന്താ പറയുക, വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നവരായാലും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായാലും ഡെഫിനറ്റ്ലി ക്യാൻ ട്രൈ ദിസ് ആൻഡ് നെവർ ആഡ് ഷുഗർ ഇൻ ടു ഇറ്റ്. ഓക്കെ, ഞാൻ ഒരിക്കലും പറയത്തില്ല ഇതിൽ ഷുഗർ ആഡ് ചെയ്യാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്തില്ല, ബിക്കോസ് ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നിങ്ങളായിട്ട് കളയരുത് അത് ഷുഗർ ആഡ് ചെയ്ത്. സോ നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ് ഹാസ് ഡേറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ബനാന ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്വീറ്റ്നെസ് വരും, ഹണി ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്വീറ്റ്നെസ് കിട്ടും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. സോ ഇതൊക്കെ കഴിച്ചാൽ വയറ് നിറയുമോ എന്ന് നിങ്ങൾ ചോദിക്കാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. യു ക്യാൻ ഡെഫിനറ്റ്ലി see the change in your diet and എനിക്ക് വേറെ ഒന്നും പറയാനില്ല. I'm gonna have it. So good. Actually ഇതിൽ നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ഈ എന്താ പറയുന്ന ഓട്സിൽ, അല്ലെങ്കിൽ ഈ ഒരു ഓട്സിലായാലും സൺഫ്ലവർ സീഡ്സിലായാലും ഡേറ്റ്സിലൊക്കെ ആയാലും നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ളത് തന്നെ ഇറ്റ് കീപ്സ് us full for a longer period of time. ഒരുപാട് നേരം നമുക്ക് വിശക്കത്തില്ല, നമ്മുടെ വയറ് നല്ല ഫുള്ളായിരിക്കും. ബനാനയും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിൽ വയറ് നിറയും. സോ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് മൈ ഓട്ട് മീൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബിലോ ആൻഡ് ലെറ്റ് മീ നോ വാട്ട്സ് ആർ ഗോയിങ് ഓൺ യുവർ മൈൻഡ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഐ എം ഗോണ ഹാവ് ഇറ്റ് നൗ. സോ ഇത് കഴിച്ചിട്ട് വേണം ഐ ഹാവ് ടു വർക്ക് ഔട്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യേണ്ട ടൈം കിട്ടും എനിക്കറിയില്ല. അത് കഴിച്ച് കഴിയുമ്പോൾ തന്നെ അത്രയും തീർക്കണമല്ലോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ആൻഡ് പ്ലീസ് ലൈക്ക് മൈ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വരുന്നത്. ബൈ ബൈ.